ഏറ്റവും കൂടുതൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നെന്മാറയാണ്. പറമ്പുകുളം കേട്ടിട്ടുണ്ടല്ലേ? അവിടെ 3 ഡാമുണ്ട്. എല്ലാം ഒരു പഞ്ചായത്തിലാണ്, മുതലമട പഞ്ചായത്തിലാണ്. ഈ പറമ്പിക്കുളത്തെ 3 ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് തമിഴ്നാട് മധുര ജില്ല വരെ ആ പ്രദേശങ്ങൾ, ഉടുമൽപേട്ട, പഴനി, എല്ലാ പ്രദേശങ്ങളും ജലസേചനം നടത്തുന്നത് ഈ കേരളത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അല്ല, അപ്പോൾ അതിനൊരു കരാറുണ്ടാവില്ലേ? കരാറുണ്ട്. മറ്റൊരു വശം, ആ പഞ്ചായത്ത് ഡാം സ്ഥിതി ചെയ്യുന്ന മുതലമട പഞ്ചായത്തിൽ മിക്ക സമയം വരൾച്ചയായിരിക്കും. ആ വെള്ളത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാലഹരണപ്പെട്ട ഒരു കരാറുണ്ട്, പറമ്പിക്കുളം ആളിയാർ കരാർ. 30 വർഷം കഴിഞ്ഞാൽ പുതുക്കണമെന്നാണ്. പക്ഷെ കരാർ രൂപീകരിച്ച് ഇന്നേ വരെ പുതുക്കാനോ അതിൻ്റെ പേരിൽ ഒരു ചർച്ച ചെയ്യാനോ ജനപ്രതിനിധികൾക്ക് അവിടെ കഴിയാറില്ല. ഈ ആളിയാർ കരാറിൽ ആളിയാർ ഡാമിൽ വന്നിട്ട വെള്ളമാണ് നമുക്ക് അളന്നു തരുന്നത്, 7.25 TMC വെള്ളം. തമിഴ്നാട് എന്ത് ചെയ്തിരുന്നു? ഈ കരാറിൻ്റെ ലംഘനം നടത്തി കോണ്ടൂർ കനാൽ എന്നുള്ളതുണ്ട് ഈ ഡാമിൻ്റെ മുകളിൽ, വലിയ ആഴത്തിലുള്ളതാണ്. ആ കനാലുണ്ടാക്കി, അത് കരാറിന് വിരുദ്ധമാണ്. തമിഴ്നാട് ഈ വെള്ളം 24 മണിക്കൂറും എല്ലാ ദിവസവും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണത് ഈ കോണ്ടൂർ കനാൽ മേഖല. നമുക്ക് മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, ആർക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ വെള്ളം, അർഹതപ്പെട്ട വെള്ളം ചൂഷണം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ നിസ്സഹരായി നോക്കി നിൽക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ കുറേ സമരങ്ങൾ നടത്തുന്നു, പ്രക്ഷോഭം നടത്തുന്നു. അത് കഴിഞ്ഞാൽ അത് ഒതുങ്ങിപ്പോകുന്നു. ജനപ്രതിനിധികൾക്കിത് കരാർ പുതുപ്പിക്കാനോ അല്ലെങ്കിൽ അർഹതപ്പെട്ട വെള്ളം മുതലമടയ്ക്കോ കൊല്ലങ്കോടിനോ നെന്മാർക്കോ കൊണ്ടുവരാനോ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. ഇതിനെതിരെ ശക്തമായൊരു തിരുത്തലായിരിക്കണം ഈ ഇലക്ഷനിൽ ഉണ്ടാവേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.